ഹായ്, മിസ് ലിസ. വെൽക്കം ടു മാതാ മ്യൂസിക് സെന്റർ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് എല്ലാവരും കണ്ടായിരുന്നല്ലോ അല്ലേ? കല്യാണ രാഗത്തിൽ നമ്മളൊരു പാട്ട് നോക്കി. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന സി മൈനർ സ്കെയില്. ഇതുവരെ നിങ്ങൾ എടുത്തത് മേജർ സ്കെയിലായിരുന്നു. ഇന്ന് സി മൈനർ സ്കെയിൽ എടുക്കാം. സി മൈനർ സ്കെയിൽ നടഭൈരവി രാഗം ആണ്. ആ രാഗത്തിൽ നമുക്കൊരു പാട്ട് നോക്കാം. അപ്പോൾ നമ്മൾ വന്നിട്ട് സി മൈനർ സ്കെയിലിന് ഒന്ന് 3 ഫ്ലാറ്റ് ഉണ്ടാകും കേട്ടോ മക്കളെ. 3 ഫ്ലാറ്റ് വരും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സി, ഡി, ഇ ഫ്ലാറ്റ്, എ, ജി, എ ഫ്ലാറ്റ്, ബി ഫ്ലാറ്റ്, സി. വീണ്ടും ബി ഫ്ലാറ്റ്, എ ഫ്ലാറ്റ്, ജി, എഫ്, ഇ ഫ്ലാറ്റ്, ഡി, സി. ഇതും അതുപോലെ തന്നെ ലെഫ്റ്റ് എടുക്കുമ്പോൾ 5th ഫിംഗറാണ് കേട്ടോ മക്കളെ. ഇതുണ്ട് ഡി, ഇതുണ്ട് ഇ ഫ്ലാറ്റ്, എഫ്, ജി. 3rd ഫിംഗർ കൊണ്ട് വന്ന് ബി ഫ്ലാറ്റ് വെച്ചു. 2nd ഫിംഗർ അല്ല, ബി ഫ്ലാറ്റ് അല്ല, ഇത് എ ഫ്ലാറ്റ്. ബി ഫ്ലാറ്റ് കൊണ്ടുവന്ന് വെച്ചുകൊണ്ടോ. അപ്പൊ ഫിംഗറിങ് ഇങ്ങനെ നിങ്ങൾ പഠിക്കുക. ഇതാണ് നമ്മൾ വന്ന് സി മൈനർ സ്കെയിൽ. ഇനി നിങ്ങൾ കർണാടക സംഗീതം, ഇപ്പൊ വെസ്റ്റേൺ ക്ലാസിക്കലാണ് ഇങ്ങനെ സ്കെയിൽ പറയുന്നത്. നമ്മൾ വന്ന് സി മൈനർ സ്കെയിൽ എന്ന് പറയും. അപ്പൊ നമ്മൾ വന്നിട്ട് ഇതിന് തന്നെ അവർ വേറെ രീതി പറയാം. ഡോ റേ മി ഫ സോ ലാ ടി ഡോ ടി ലാ സോ ഫ മീ രേ ഡോ. അപ്പൊ നമ്മൾ ഫ്ലാറ്റിങ്ങിന്റെ പേര് ഫ്ലാറ്റ് ആയിട്ട് ഇങ്ങനെ എടുത്ത് പറയുന്നുണ്ട്. ഈ 3 ഫ്ലാറ്റ് ഇതല്ല കേട്ടോ. ഇത് 3 ഫ്ലാറ്റാണ് ഉണ്ടാകുന്നത് സി മൈനർ സ്കെയിലിന്. അന്നേരം ഇത് നമ്മൾ നടഭൈരവി രാഗത്തിൽ എങ്ങനെ എടുക്കുന്നെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ. ഷഡ്ജം, ശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധ മധ്യമം, പഞ്ചമം, ശുദ്ധ ദൈവതം, കൈശികി നിഷാദം, ഷഡ്ജം. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു പാട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ എടുക്കാന്ന് വെച്ചാൽ നോക്കിയാണ്. ആ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്നൊരു പാട്ട് ഇതിനായി നടഭൈരവിയിലായിരിക്കും. അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ. ഇങ്ങനെയാണ് ആ പാട്ട്. ഈ രാഗത്തിൽ തന്നെ ഈ പാട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ പാട്ട് നല്ല ഫേമസ് ആയി ഹിറ്റാകുന്ന കാര്യം എപ്പോഴും രാഗത്തിലിരിക്കുന്ന പാട്ടുകൾക്ക് ഒത്തിരി എവർഗ്രീനായിട്ട് നിൽക്കും. കേട്ടോ നല്ല പോലെ. എങ്ങനെ എടുക്കാൻ വെച്ചാൽ അതുണ്ട്. എന്താ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് ഒന്ന് പരിശ്രമിച്ച് നോക്കുക കേട്ടോ. അപ്പം നമുക്ക് സി മൈനർ സ്കെയിലാണെന്ന് മനസ്സിലായി. ഇത് രാഗമാണെന്ന് നടഭൈരവി രാഗമാണെന്ന് മനസ്സിലായി. അതിൻ്റെ അകത്ത് നമ്മളൊരു പാട്ട് ട്രൈ ചെയ്തു അല്ലേ? നിങ്ങളെല്ലാവരും നന്നായിട്ട് പരിശ്രമിക്കുക. അപ്പോൾ ഇതെങ്ങനെ ബോർഡിൽ എഴുതിയിരിക്കുന്നത് നോക്കാം. ഇത് കാണിച്ചു തരാം. ഇപ്പോൾ സി മൈനർ സ്കെയിൽ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇതുണ്ട് സി, ഡി, ഇ, എഫ്, ജി, എ, ബി, സി. ഇംഗ്ലീഷിൽ മിസ് എഴുതിയിട്ടുണ്ട് ലെറ്റർ നെയിം സി, ഡി, ഇ, എഫ്, ജി, എ, ബി, സി. പലപ്പോഴും നമ്മൾ കണ്ടതാണ്. എങ്കിലും ഇതിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് സെമിലർ മോഷൻ എഴുതിയിരിക്കുന്നത്. സെമിലർ മോഷൻ വെച്ചാൽ ഈ സി കണ്ടോ, ഇത് രണ്ടും ഒരേ സിയാണ്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇങ്ങനെ തിരിച്ചിങ്ങനെ താഴോട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലേ സി മൈനർ സ്കെയിൽ കാണിച്ചപ്പോഴേ. അപ്പം സി മൈനർ സ്കെയിലിന് പിന്നെ സെമിലർ മോഷൻ കാണിച്ചതിൻ്റെ കാരണം ഞാൻ രണ്ടും ഒരുപോലെ വായിച്ചു പോകുന്നതിനാണ് സിമിലർ മോഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരു കൈ അങ്ങോട്ടും ഒരു കൈ ഇങ്ങോട്ടും വായിക്കുമ്പോഴാണ് അത് കോൺട്രറി മോഷനായിട്ട് വരുന്നത്. ആ ഡിഫറൻസ് മിസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലേ. പിന്നെ ഇപ്പോഴും ഇവത്തിൽ പ്രത്യേകിച്ച് പഠിക്കാനുള്ളത് ഇത് കണ്ടോ. ഈ സി ആണ് മലയാളത്തിൽ പഠിക്കുന്ന മക്കളോട് പറയാനുള്ളത്. സി തന്നെയാണ് സാ. ഈ സാ തന്നെയാണ് ഡോ. അപ്പം സി എന്ന് പറയും, സാ എന്ന് പറയും, ഡോ എന്ന് പറയും. അപ്പം ഡി, രീ, ഇത് രേ. ഇത് രീ അല്ല, രേ ആണ് കേട്ടോ. ഡോ രേ എന്നാണ്.
ഈ വന്നിട്ട് ഈ വന്ന ഗായാണ് മലയാളം ഗാ. ഇതിൽ വന്നിട്ട് മീ. എഫ് മാ ഫ. ജി പാ ഇതിൽ സോ. എ ദ ല. ബി നീ ടി. സ സൈ. സ സി ഡോ. അപ്പോൾ ഇതാണ് ഈ 3 ലാംഗ്വേജിൽ വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സരിഗമ പദനി എന്ന് പറയുമ്പോൾ. ഇപ്പം ഞാൻ സരിഗമ പദനി എഴുതിയതിൻ്റെ കാരണം ഈ കർണാടക സംഗീതം കൂടി വെച്ച് മിക്സ് ചെയ്ത് നിങ്ങൾ പഠിപ്പിക്കുന്ന പലരും ആവശ്യപ്പെട്ടത് കൊണ്ടാണ്. എന്നൊക്കെ മിസ്സേ ഞങ്ങൾക്ക് രാഗങ്ങൾ മനസ്സിലാകുന്നില്ലെന്നു. അപ്പോൾ രാഗത്തിൽ കൂടി എല്ലാ സ്കെയിലിലും ഏതെങ്കിലും ഒരു രാഗം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ രാഗം കൂടി പഠിപ്പിക്കുമ്പോൾ ആ രാഗത്തിൽ നിന്ന് പാട്ടെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഈസി ആയിട്ട് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് തോന്നും. പിന്നെ ഇത് കണ്ടോ, ഇങ്ങനത്തെ 3 സൈൻ കണ്ടോ ഇവിടെ. ഇതാണ് ഫ്ലാറ്റ് സൈൻ. അപ്പോൾ ഈ ഫ്ലാറ്റ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് കണ്ടോ, ഈലല്ലേ ഫ്ലാറ്റ് കിടക്കുന്നത്. അപ്പം ഇത് ഈ നോട്ട്. അപ്പോൾ ഈ വന്നിട്ട് നമ്മൾ കറുത്ത കീയിൽ പിടിക്കും. അപ്പോൾ ഇത് കറുത്ത കീ. അപ്പോൾ ഇവിടെ ഒരു ഈ വരും. അതുകൊണ്ടാണ് ഇവിടെ കിടക്കുന്ന ഈ ലൈനിൽ കണ്ടോ. അപ്പോൾ ഈ ഫ്ലാറ്റ്. അപ്പോൾ ഈ വന്ന് കറുത്ത നോട്ട്. ഇത് കണ്ടോ, ഇത് എ ആണ്. അപ്പം എ ഫ്ലാറ്റ് എന്ന് മിസ് പറഞ്ഞ് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ എ വന്നിട്ട് അത് കറുത്ത ബ്ലാക്ക് കീ ആണ്. ഇത് കണ്ടോ ബി. ഈ ലൈനിൽ കിടക്കുന്ന നോട്ട് ബി ആണ്. അപ്പോൾ ബിയും ബ്ലാക്ക് നോട്ടായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ഇത് വന്ന് ഇത് ഈ നോട്ട്, അതുപോലെ ഇതെല്ലാം കറുത്ത ബ്ലാക്ക് നോട്ടെ പിടിക്കണം. നമ്മൾ കറുത്ത കീയിൽ പിടിക്കണം. അതാണ് സി മൈനർ സ്കെയിലിൽ വരുമ്പോൾ ഇത് 3 നമ്മൾ വെളുത്ത കീയിൽ പിടിക്കരുത്. ഇവിടെ വരുമ്പോഴും അതുപോലെ തന്നെ സി ഡി ഇ ഇത് വന്ന് കറുത്ത കീയിൽ പിടിക്കും നമ്മൾ. അതുപോലെ ഇവിടെ വന്നിട്ട് എയും എ ബി ഇത് രണ്ടും കറുത്ത നോട്ടിലായിരിക്കും നമ്മൾ കൈവെക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മതി. അപ്പോൾ ഈ പാട്ടിലെ ഇതിലെ വന്ന് ഒരുപാട് പാട്ടുകളുണ്ട് കേട്ടോ. ഈ സി മൈനർ സ്കെയിലിൽ ഒരുപാട് പാട്ടുകൾ ഉണ്ട്. അതായത് അത് വന്ന് നമ്മൾ നടഭൈരവി രാഗത്തിൽ. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കണം, സ്കെയില് മാറ്റി പിടിച്ചിട്ട് നിങ്ങൾ വന്നാൽ നടഭൈരവി രാഗമെന്ന് പറയാൻ പറ്റില്ല. നടഭൈരവി എന്ന ഷഡ്ജം, ആ സാ വന്ന് ഷഡ്ജത്തിൽ തന്നെ പിടിച്ചുകൊണ്ടാണ് ഈ 3 ബ്ലാക്ക് കീസ് വന്നാൽ അത് നടഭൈരവി രാഗം ആകുന്നത്. അല്ലാതെ വേറെ ഏതെങ്കിലും സ്കെയിലിൽ പിടിച്ചിട്ട് ഇത് നടഭൈരവി എന്ന് പറയരുത്. അപ്പോൾ രാഗം പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രാഗം ഒത്തിരി നല്ലപോലെ മനസ്സിലാക്കി പഠിക്കണം. രാഗത്തിന് മാറാൻ ചെറിയൊരു കാര്യം മതി. കാര്യം ഇപ്പോൾ മോഹനൻ രാഗം 5 സ്വരമാണ്, സരിഗ പദസ. അത് വന്ന് നമ്മൾ ബ്ലാക്ക് കീയിൽ പിടിച്ചാൽ അത് മോഹനത്തിൽ നിന്ന് മാറി പെട്ടെന്ന് ശിവരഞ്ജനി കയറും. അപ്പോൾ അതുപോലെ രാഗങ്ങൾ മാറാൻ ഒരു ചെറിയ സെമിറ്റ്യൂണിൻ്റെ വ്യത്യാസം രാഗങ്ങൾ മാറിപ്പോകും. അപ്പോൾ അത് രാഗം കൂടി ചേർന്ന് പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നല്ല ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ മിസ് ബോർഡിൽ എഴുതി എല്ലാവർക്കും മനസ്സിലായായിരുന്നു. പിന്നെ പ്ലേ ചെയ്ത് കാണിച്ചാൽ മനസ്സിലായോ നടഭൈരവി രാഗത്തിലെ പാട്ട്? അതുപോലെ തന്നെ പല പാട്ടുകൾ നമുക്ക് എടുക്കാം. ഓരോ രാഗം എടുക്കുമ്പോഴും അതിലൊരു പാട്ട് കണ്ടുപിടിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് പാട്ട് വായിക്കണം എന്നുള്ള ആഗ്രഹവും നിറവേറും. അതേസമയത്ത് സ്കെയിലുകളും രാഗങ്ങളും ഓർഡറായിട്ട് പഠിക്കുക. പിന്നെ ആർക്കെങ്കിലും പ്രത്യേകിച്ച് രാഗങ്ങൾ മാത്രം പഠിക്കണം എന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ മിസ്സിനെ വിളിക്കണം കേട്ടോ. അത് രാഗം തനിയെ പഠിക്കാം, അല്ല വെസ്റ്റേൺ ക്ലാസിക്കൽ അല്ല അത് തനിയെ പഠിക്കണം എന്നുള്ളൊരു മിസ്സിനെ വിളിച്ചാൽ മതി. മിസ് എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ തയ്യാറായി കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.